ആഡംബര വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക അന്വേഷണമായ ഓപ്പറേഷൻ നുംകൂറിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായിരിക്കുന്നു. പശ്ചിമബംഗാൾ ജയ്പാൽഗുരി സ്വദേശി ബിസ്വദീപ് ദാസിനെയാണ് ഭൂട്ടാൻ അതിർത്തിയിൽ നിന്ന് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാനി, സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരെ കുരുക്കിലാക്കിയ അന്വേഷണമാണ്. അതിലാണ് മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാളെപ്പറ്റി കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ഇയാള്. അയാളുടെ മുഴുവൻ പേര് ജൽപായി ഗുരു സ്വദേശിയായ ബിസ്വദീപ് ദാസ് എന്നാണ് അയാളുടെ മുഴുവനായ പേര്. ഇയാൾ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഡംബര കാറുകൾ കടത്തി അയാൾ ഈ മേഖല സജീവമാക്കുകയായിരുന്നു. നിരവധിയായ ആളുകളുമായി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വൻകിട ഇടനിലക്കാരുമായെല്ലാം, വാഹന കച്ചവടക്കാരുമായെല്ലാം ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത്. നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്ന അസം സ്വദേശികളുണ്ട്. 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഈ രീതിയിലുള്ള ഒരു തിരച്ചിലേക്ക്, ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലേക്ക്, ബിസ്വദീപ് ദാസിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത്. ഇപ്പോൾ ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വൈകാതെ ഇയാളിവിടേക്ക് എത്തിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ കസ്റ്റംസ് പറഞ്ഞിരുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കടത്തിൽ ഒരു ആസൂത്രിതമായ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ഇടപെടൽ തന്നെയാണ്, കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വാഹനങ്ങൾ ഇങ്ങനെ നിർലോഭം ഒഴുകുകയും അത് കച്ചവടം എല്ലാം തന്നെ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ വിവിധ ഇടനിലക്കാർ എന്നതിനപ്പുറം അതിനിപ്പുറത്തേക്ക് വിവിധ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ വാഹനങ്ങളോട് പ്രിയമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ആളുകൾ ഉണ്ട്. അങ്ങനെയാണ് ഈ വാഹനങ്ങൾ ഇവിടെ എല്ലാം തന്നെ സുലഭമായി ലഭിക്കുന്നത് എന്ന വിവരമാണ് കസ്റ്റംസിന് ലഭിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ സിനിമാ താരങ്ങൾ, പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റേത് ഉൾപ്പെടെയുള്ള വിവിധ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. പരിശോധനയുടെ ഭാഗമായിട്ട് പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഈ വാഹനങ്ങൾ ഇവർക്ക് വിട്ടു നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിലും അത് കസ്റ്റംസിന്റേതടക്കമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴും ഈ കേസിൽ പറഞ്ഞിരുന്നത് ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ വളരെ വർഷങ്ങളായി ഇവിടെ നിരത്തിൽ ഓടുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യക്ഷത്തിൽ ഈ റാക്കറ്റുമായോ അല്ലെങ്കിൽ ഇത്തരം ഇടനിലക്കാരുമായോ യാതൊരു രീതിയിലുള്ള ബന്ധമില്ല എന്ന് തന്നെയാണ് വാദിച്ചിരുന്നത്. അതൊരു പരിധിവരെ ശരിയാണ് എന്നൊരു കണ്ടെത്തലാണ് കസ്റ്റംസിന് ഉള്ളത്. കാരണം ഇതുപോലുള്ള വാഹനങ്ങൾ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തിക്കുകയും പിന്നീട് മറ്റു പലരിലൂടെയും അറിഞ്ഞാണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യഘട്ട വിൽപ്പനക്കാരെ മാത്രമാണ് ഇവർക്ക് കൂടുതൽ ബന്ധമുണ്ടാകുക. പിന്നീട് വരുന്നവരുമായിട്ട് അത്ര കണ്ട വലിയ രീതിയിലുള്ള ബന്ധമില്ല. പിന്നീട് വാഹനങ്ങൾ കൈമറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് ആദ്യഘട്ടത്തിൽ എത്തിക്കുമ്പോൾ ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ഇടനിലക്കാരടക്കമുള്ളവരിലേക്ക് കൂടി അന്വേഷണം എത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത്. ഭൂട്ടാൻ റോയൽ ആർമിയുടെയും മറ്റും പേരിൽ വ്യാജരേഖകൾ ചമച്ച് നികുതി നൽകാതെ ഇന്ത്യയിലേക്ക് കടത്തുന്ന ആഡംബര കാറുകളെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഓപ്പറേഷനാണ്. അതിന് പിന്നീട് വലിയ വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും സിനിമാ താരങ്ങളും പല പ്രമുഖരുമൊക്കെ ഇതിൻ്റെ കണ്ണികളാണ് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ മുഖ്യ സൂത്രധാരനിലേക്ക് എത്താനായി എന്നത് ഈ അന്വേഷണത്തിൽ വലിയ ഒരു നേട്ടമായിട്ടാണോ കാണുന്നത്? കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ണികളെയെല്ലാം കണ്ടെത്താനും ഇതൊരു നിർണായക നീക്കമായി മാറുമോ? അങ്ങനെ തന്നെയാണ് രേണുക കരുതുന്നത്. കാരണം ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് പോലെ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിക്കുന്ന ആളെ കണ്ടെത്തിയാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇയാളെ മുഖ്യ സൂത്രധാരനെ തന്നെ കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു ആദ്യഘട്ട ഒരു പരിഗണനയിലേക്ക് എല്ലാം തന്നെ വെച്ചിരുന്നത്. അത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാളുടെ പ്രധാനപ്പെട്ട കച്ചവടക്കാർ, അതായത് ഈ വാഹനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയിൽ ഏതെല്ലാം ആളുകളാണ്, ആരെല്ലാമായിട്ട് ബന്ധമുണ്ടായിരുന്നത്, മാത്രവുമല്ല ഏതെങ്കിലും രീതിയിൽ സിനിമാ മേഖലയുമായിട്ട്, അതിപ്പോൾ കേരളത്തിന് പുറത്തുള്ളതാണെങ്കിലും സിനിമാ മേഖലയുമായി ഏതെങ്കിലും രീതിയിലുള്ള നേരിട്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇയാളിലൂടെ തന്നെ അറിയാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ എത്തിയതിനു ശേഷം ഉണ്ടാകും. ഈ വ്യവസായികൾക്കും വാഹന ഡീലർമാർ, ഇടനിലക്കാർ തുടങ്ങിയൊരു വലിയ ശൃംഖല ഇവർക്ക് ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ എത്ര കണ്ട ഈ എക്സൈസ് തീരുവ വെട്ടിച്ച് എത്ര കണ്ട ഇവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതാണ്ട് 34ഓളം വാഹനങ്ങളാണ്
കേരളത്തിൽ മാത്രമായി ഉണ്ടായിരുന്നതായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ചില വാഹനങ്ങൾ കണ്ടെത്താൻ പോലും സാധിച്ചിരുന്നില്ല എന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പറയുന്നത്. ശരി, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യ സൂത്രധാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഡാനിപ്പോളാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.